അത്രയ്ക്ക് വെറുപ്പ് തോന്നാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ട സത്യനാഥ. സ്നേഹം തോന്നിയിട്ട് വേണ്ടേ വക്കീല് വെറുപ്പ് തോന്നാൻ? ജോലിയുടെ ആവശ്യത്തിനും അല്ലാതെയൊക്കെ ആയിട്ട് എത്രയോ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാ. ഒരു പ്രാവശ്യമെങ്കിലും ഹൈ മിസ് യൂടാന്നൊരു മെസ്സേജ് ഇവളെനിക്ക് അയച്ചിട്ടുണ്ടോ? ദിവസവും ജോലിക്ക് പോകുമ്പോ എത്രയോ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന റോഡാ. എന്നെങ്കിലും ഒരു പ്രാവശ്യം ടേക്ക് കെയർ ഡാ എന്നൊരു വാക്ക് നീ പറഞ്ഞിട്ടുണ്ടോ? സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിലേ ആ ഫേസ്ബുക്കിലേക്ക് ഒന്ന് പോയി നോക്ക്. അവിടെ കുട്ടികൾ പറയുന്ന വാക്കുകൾ കേൾക്കണം. ഓക്കെ ഡാ, ബൈ ഡാ, സീയുടാ, ഉമ്മടാ, അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ഒരൊറ്റ. നിങ്ങളുടെ നശിച്ച ഒരു ഫേസ്ബുക്ക്. ഭർത്താവിന്റെ ഏത് തോന്നിവാസവും ഒരു ഘട്ടം വരെ ഭാര്യമാരെ ക്ഷമിക്കും. ആ ഒരു വലിയ മനസ്സ് സ്ത്രീകൾക്കുള്ളതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള പല പുരുഷന്മാരും ഞെളിഞ്ഞു നിവർന്ന് നടക്കുന്നത്. ഇയാൾ എവിടെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, പക്ഷെ എന്റെ വീടിനകത്തൂടി കയറി ഇറങ്ങാൻ പറ്റില്ല. വേണ്ടായേ, ഞാൻ പണിത വീട്ടിനകത്തേക്ക് കടക്കാനുള്ള വഴി ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. എന്തായി? ആ, ഇതിനുള്ളത് വർഷാപ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ മാഷേ, ഇത് എന്ത് പണിയാണ് ഈ കാണിക്കണത്? മാഷ് മോളിലും പ്രിയച്ച് താഴെയും എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ്? അതെ, നിങ്ങൾ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്ന ആരാ? മാഷ് ആണല്ലോ. എന്നാലേ ഇനി മുതൽ മുകളിലുള്ള ജോലി മാത്രം ചെയ്താൽ മതി. അപ്പൊ പ്രമോഷനാണോ? ആ, പ്രമോഷനാ. മാസം ഒരു 100 രൂപ അങ്ങോട്ട് കൂടുതലും തരും. മേലാൽ താഴെ എന്തെങ്കിലും പരിപാടി എന്ന് പറഞ്ഞ് പോയാ വേഗം ഇതൊക്കെ എടുത്ത് മുകളിലേക്ക് വെച്ചേ. പോ. ശമ്പളം തന്നെ പറയണല്ലേ, നമ്മൾ കേൾക്കുള്ളൂ. താങ്ക്സ് അച്ഛാ. എന്താ മോനെ? അമ്മയായിട്ട് പിണങ്ങിയപ്പോ ഞാൻ ഓർത്ത അച്ഛൻ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുന്ന. എനിക്കിപ്പോ രണ്ടുപേരെയും കാണാം. അങ്ങനെ അച്ഛൻ പോവുകയാണെങ്കിൽ മോനെ കൊണ്ടല്ലേ പോകൂ. 6 മാസം കഴിയുമ്പോ കോടതിയിൽ നിന്ന് ചോദിക്കും, മോൻ അച്ഛൻ്റെ കൂടെ പോണോ അമ്മയുടെ കൂടെ പോണോന്ന്. അച്ഛൻ്റെ കൂടെ പോണെന്ന് പറയണേ. FBയിലേക്ക് വന്നതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ പോവാൻ തിരക്കായോ? ഇവിടെ എല്ലാരും ഉണ്ട്. ഞാൻ മുകളില, ഇവിടെ ആരുമില്ല. വുമൺ ഈസ് ഫസ്റ്റ്. എന്നാ പിടിച്ചോ. നിങ്ങളോട് ആരെയും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഈ കമ്പ്യൂട്ടർ എന്താണ് മാഷെ ജീവനുണ്ടാ? അതിന്റെ മുമ്പിൽ കേട്ട കോസ്റ്റ്യൂം കാണിക്കണത്? അത് പിന്നെ ഞാനൊരാളായിട്ട് സംസാരിക്കായിരുന്നു. എന്റെ ഈശോയെ, ഇങ്ങനെ തള്ളേ, നിങ്ങളുടെ പണി കഴിഞ്ഞില്ലേ? വേഗം പോവാൻ നോക്കി. രാജപ്പച്ച കാണേ. ചെല്ല്. പോയോ? ബൈഡാ, സീയുടാ, താണ്ടമോ? അല്ല, അവളെ ആരെ കാറി കൊണ്ടുവിടുന്നത്? ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഓ, അതോ വളരാൻ കുത്തിക്കൊടുത്ത കൊന്നത്തടി ചെതിലെടുത്ത് പോയെന്ന് വിചാരിച്ച് അമരച്ചെടിക്ക് എവിടെയെങ്കിലും ചുറ്റിപ്പടച്ച് കയറണ്ടേ മാഷേ? ആനിച്ചായ ഇടച്ചും പോയപ്പോഴേ ഞാൻ എന്താണ് ചെയ്തത്? 1 കൊല്ലം വരെ കാത്തു വരുന്നെന്ന് ഉറപ്പായിപ്പ ഞാൻ ജോസന്റെ ഒപ്പം കൂടി. ഒറ്റക്കാവുമ്പോ യാതി പെണ്ണിനും പിന്നൊരു കൂട്ടുകിടന്ന് തോന്നും മാഷേ. എന്നെപ്പോലെ ക്ഷമയില്ലാത്ത പെണ്ണുങ്ങളാകുമ്പോഴേ തീരുമാനമൊക്കെ പെട്ടെന്നാകും. ഞാൻ പോണാണ്.
ഞാൻ കരുതി താണ്ടമ്മ പോയി കാണുമെന്ന്. ഇന്ന് പോലും മുകളിലാണ് ഡ്യൂട്ടി. ചോറ് അവിടെയാണെങ്കിലും കൂറ് ഇവിടെയാണ് കേട്ടാ. മാഷ് സ്കൂളിൽ പോയി കഴിയുമ്പോ ഞാൻ വന്നിട്ട് ജോലിയൊക്കെ തീർത്ത് വന്നോളാം കേട്ടാ. അവിടെ ഇപ്പോ കുടി തുടങ്ങി കാണുമല്ലേ? അവിടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷ് ഇത്തിരി കുടിക്കുമെങ്കിലും ഉള്ളിൽ സ്നേഹമുള്ളവരാണ് കേട്ടാ. അങ്ങനെ ഇവിടെ വന്ന് പറയാൻ ഏൽപ്പിച്ചോ? അങ്ങനെ ഏൽപ്പിച്ചാലേ താണ്ടവിടെ പട്ടി വന്ന് പറയും. എന്റെ പ്രിയച്ചേ, കള്ള് കുടിക്കേണ്ട പേരിൽ ഡൈവോഴ്സ് ചെയ്ത ഉള്ള കൊച്ചുങ്ങൾക്ക് തന്റെയും തള്ളയും ഇല്ലാണ്ടാവും. ഞാൻ ഭാസ്കരനോർത്ത് പറയേ, മറക്കാനും പൊറുക്കാനും നമ്മ പെണ്ണുങ്ങൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. അതും ഓർത്താ നല്ലത്. ഞാൻ പോയച്ചും വരെ. വേഗം നിന്ന് കാറിന്റെ കീ എടുത്തോണ്ട് വാ. അച്ഛൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. എനിക്ക് ഞാൻ കളിക്കണ പ്ലീസ് ഒന്ന് എടുത്തോണ്ട് വാ. ദേ, ഈ കാറിന്റെ ലോൺ അടച്ച് വീട്ടിയതേ എന്റെ ശമ്പളത്തിൽ നിന്നാ. ഇത് ഉപയോഗിക്കാൻ വേറെ ആരും വരണ്ട. ഭാസ്കര, പണ്ട് ഇവളുടെ കയ്യിൽ നിന്ന് ഈ കാറ് തട്ടിയതിന്റെ ഹെഡ്ലൈറ്റ് പൊട്ടിയപ്പോ അന്ന് കാശ് കൊടുത്ത് നേരെയാക്കിയത് ഞാനാ. ഇനിയിപ്പോ അത് പഴയ പോലെ തന്നെ ഇരിക്കട്ടെ. ഹായ്, ഹലോ. Wow! Yes!